ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1836 ദിവസമായി ഇന്ന് 2026 മെയ് മാസം 25 തിങ്കളാഴ്ച, 1201 ആണ്ട് ഇടവമാസം 11 ഗുരുവചനങ്ങളിലൂടെ മനുഷ്യൻ ഭൂമുഖത്തെല്ലാം സംഹാരതാണ്ഡവം ചെയ്ത് നടക്കുന്നു. പോകുന്നിടത്തെല്ലാം ശൂന്യതയുടെ കരിനിഴൽ പരത്തുന്നു. മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നു. പച്ച നിറഞ്ഞ പ്രകൃതിയെ വികൃതമാക്കി ശൂന്യതയിൽ ആഴ്ത്തുന്നു. അതിനു പകരം വൃത്തികെട്ട പുക നിറഞ്ഞ പട്ടണങ്ങൾ മെനഞ്ഞുകൂട്ടുന്നു. കടിഞ്ഞാണില്ലാത്ത അവൻ്റെ ലോഭത്തിന് ഇതെല്ലാം അനിവാര്യമാണ്. ഭൂമുഖം കൊണ്ട് മാത്രം അവൻ തൃപ്തനാകുന്നില്ല. ഭൂഗർഭത്തിലേക്ക് തുരന്നു കയറി ഈ ഗോളത്തിൻ്റെ കെട്ടുറപ്പ് തകർത്ത് കളയുന്നു. നോക്കുന്നിടത്തെല്ലാം കൽക്കരിയും ഇരുമ്പും തന്നെ. അവനൊരു വ്യവസ്ഥയുമില്ല. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവിൽ എന്ന പുസ്തകത്തിൽ ലക്ഷ്യവും മാർഗവും എന്ന ദ്വൈതം എന്ന് വിവരിക്കുന്നതിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഗുരുവരിൽ ലക്ഷ്യത്തെയും മാർഗത്തെയും സമന്വയിപ്പിച്ച് രണ്ടുമല്ലാതാക്കി തീർക്കുന്നു. ഒരു വശത്ത് നിന്ന് എല്ലാ ലക്ഷ്യങ്ങളെയും പരമസത്യം എന്ന ഏകലക്ഷ്യത്തിലേക്ക് ചുരുക്കിക്കൊണ്ടുവരുന്നു. മറുവശത്ത് നിന്ന് ലക്ഷ്യത്തിനനുസൃതമായി പ്രയോഗിക്കപ്പെടുന്ന മാർഗങ്ങൾ അതിൽ വന്ന് സന്ധിച്ച് ലക്ഷ്യത്തെ പ്രാപ്തമാക്കുന്നു. മാർഗമായി സ്വീകരിക്കപ്പെടുന്ന സാധനങ്ങളെ ചിലപ്പോൾ കർമ്മം എന്നും വിളിച്ചു പോരാറുണ്ട്. ആത്മസാക്ഷാത്കാരം ദ്വൈതങ്ങൾക്കെല്ലാം അതീതമായ അപരോക്ഷാനുഭൂതിയുടെ മണ്ഡലമാണ്. എല്ലാ മൊഴികളും വന്ന് മനോവാചമഗോചരമായ ഒരു മൗനനിലയിൽ ഇവിടെ മുഴങ്ങി നിൽക്കുന്നു. ഈ മൗനത്തിൻ്റെ പ്രകാശനമാണ് ഗുരുവരുൾ. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.